തൂത്തുക്കുടി ജില്ലയിലെ മീനാക്ഷിപുരത്ത് ജീവിച്ചിരുന്ന അവസാനത്തെ മനുഷ്യന്റെ ശ്വാസവും നിലച്ചതോടെ കഥകളുറങ്ങുന്ന ഒരു കൊച്ചു ഗ്രാമം അനാഥമായിരിക്കുകയാണ്. ഇവിടെ ഏകനായി താമസിച്ച 75-കാരനായ കന്ദസ്വാമി നായ്ക്കർ ദിവസങ്ങൾക്ക് മുമ്പാണ് മരിച്ചത്. വർഷങ്ങൾക്ക് മുമ്പ് ഗ്രാമം വിട്ടുപോയവരൊക്കെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി ഒരിക്കൽ കൂടി ആ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരികയുണ്ടായി. കന്ദസ്വാമിയുടെ ആഗ്രഹപ്രകാരം മീനാക്ഷിപുരത്തെ മണ്ണിൽ സംസ്കരിച്ച് അവരൊക്കെ മടങ്ങുകയും ചെയ്തു. അതോടെ ശൂന്യമായ മീനാക്ഷിപുരത്തിന് ഒരു പുതിയ പേര് കൂടി കിട്ടി: ആളില്ല ഗ്രാമം. തൂത്തുക്കുടി സെക്കരക്കുടി പഞ്ചായത്തിലെ മീനാക്ഷിപുരത്ത് 2001 സെൻസസ് പ്രകാരം 1296 പേർ താമസമുണ്ടായിരുന്നു അത്രേ. എന്നാൽ കടുത്ത ജലക്ഷാമം ജീവിതം ദുസ്സഹമാക്കുകയായിരുന്നു. ഫലഭൂയിഷ്ഠമായിരുന്ന വയലുകൾ തരിശായി. കുടിവെള്ളത്തിനായി 4-5 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ട ദുരവസ്ഥയുണ്ടായി. ജീവിതം അത്യന്തം ദുരിതപൂർണമായതോടെ ഗ്രാമവാസികൾ കൂട്ടപലായനം നടത്തുകയായിരുന്നു. അപ്പോഴും കന്ദസ്വാമി നായ്ക്കർ മാത്രം അവിടെ ഉറച്ചുനിന്നു. അതൊരു വാശിയായിരുന്നു. പോയവർ തിരികെ വരുമെന്നും ഗ്രാമത്തിൽ കുട്ടികൾ ഓടിക്കളിക്കുന്ന ഒരു കാലം വരുമെന്നും അദ്ദേഹം പ്രതീക്ഷയോടെ കാത്തിരുന്നു. കുറച്ചു വർഷം ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം അദ്ദേഹം അവിടെ ജീവിച്ചിരുന്നു. ജീവിതം നരകതുല്യമായപ്പോൾ അവരും പുതിയ ഇടങ്ങളിലേക്ക് ചേക്കേറി. അന്ന് തുടങ്ങിയതാണ് കന്ദസ്വാമിയുടെ ഏകാന്തവാസം. 10 വർഷത്തിലധികം അദ്ദേഹം സ്വയം ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു. ഇടയ്ക്ക് മക്കൾ കാണാൻ വരും. ചിലപ്പോൾ മക്കളുടെ വീട്ടിലേക്ക് പോയി തിരികെ വരികയും ചെയ്യും. ദിവസങ്ങൾക്ക് മുമ്പ് സമീപ ഗ്രാമത്തിൽ നിന്നുള്ള ഒരാൾ ഇവിടെ എത്തിയപ്പോഴാണ് കന്ദസ്വാമിയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. ഡോക്ടറെത്തി ശ്വാസം നിലച്ചതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. അതോടെ മീനാക്ഷിപുരം ഗ്രാമത്തിന്റെ ശ്വാസവും നിലയ്ക്കുകയായിരുന്നു. മീനാക്ഷിപുരം എന്ന ഊഷരഭൂമിയിൽ സ്നേഹത്തിന്റെ തെളിനീരുറവയായിരുന്നു കന്ദസ്വാമി. ഗ്രാമത്തിന് കാവലാളായും ജീവവായുവായും കഴിഞ്ഞ കാലം മുഴുവൻ നിലകൊണ്ടു അദ്ദേഹം. ഗ്രാമത്തെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഏക കണ്ണി. മീനാക്ഷിപുരത്ത് നിന്നും കന്ദസ്വാമി വിട്ടുപോകാത്തതിന് 2 കാരണങ്ങളുണ്ടായിരുന്നു. 35-ാം വയസ്സിൽ വിട പറഞ്ഞ ഭാര്യ വീരലക്ഷ്മി അന്തിയുറങ്ങുന്ന മണ്ണാണിത്. ആ മണ്ണിൽ തന്നെ തനിക്കും അന്തിയുറങ്ങണം. കൃഷിയും കാലിവളർത്തലും ഉപേക്ഷിക്കാൻ കഴിയാത്തതാണ് രണ്ടാമത്തെ കാരണം. കന്ദസ്വാമിക്ക് 4 മക്കളുമുണ്ട്. 2 ആണും 2 പെണ്ണും. എല്ലാവരും വിവാഹിതരാണ്. ഇവരും ഇവിടെ നിന്ന് മാറി താമസിക്കുകയായിരുന്നു. പരുത്തിയായിരുന്നു ഇവിടങ്ങളിലെ പ്രധാന കൃഷി. പിന്നെ കന്നുകാലി വളർത്തലും. മീനാക്ഷിപുരത്ത് അപ്പുറത്തുള്ള പാടശേഖരങ്ങളിൽ ഇപ്പോഴും ഇതെല്ലാം വ്യാപകമായും നടക്കുന്നുണ്ട്. മീനാക്ഷിപുരത്ത് ഒരു കിണർ പോലുമില്ല. കിണർ കുത്തിയാൽ നേരിയ കറുത്ത നിറമുള്ള മലിനജലമാണ് കിട്ടുക. പിന്നെ കുഴൽ കിണറിനെയായിരുന്നു ആശ്രയം. ഇതിലും മലിനജലം നിറഞ്ഞു. ഉപ്പിന്റെ അംശവും രൂക്ഷമായ മാലിന്യവും കാരണം കുഴൽക്കിണറും വേഗം കേടാവുന്ന അവസ്ഥ. സെക്കരക്കുടി ഗ്രാമപഞ്ചായത്തിലെ 6-ാം വാർഡിലായിരുന്നു ഈ സ്ഥലം സ്ഥിതി ചെയ്തിരുന്നത്. 6 കിലോമീറ്റർ ദൂരത്തോളം പൈപ്പ് ലൈൻ വലിച്ചാലേ വെള്ളം എത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇതിന് പഞ്ചായത്തിനും ഗ്രാമവാസികൾക്കും പണം മുടക്കാൻ ഇല്ലായിരുന്നു. പിന്നെ തൊട്ടടുത്ത പഞ്ചായത്തിൽ മീനാക്ഷിപുരത്തോട് ചേർന്നുള്ള ചൊക്കലിംഗം വാർഡിൽ നിന്ന് പൈപ്പ് വഴി വെള്ളം എത്തിക്കാൻ ശ്രമം നടത്തി. അങ്ങനെ ഒരു പൈപ്പ് കണക്ഷനും ജലസംഭരണിയും സ്ഥാപിക്കപ്പെട്ടു. എന്നാൽ ഉയരം കൂടിയ സ്ഥലമായതിനാൽ പമ്പിങ്ങിലൂടെ വെള്ളം എത്തിക്കാനുള്ള ശ്രമം പരാജയപ്പെടുകയായിരുന്നു ചെയ്തത്. ഇതോടെ കിലോമീറ്ററുകൾ താണ്ടി സെക്കരക്കുടിയിൽ നിന്ന് വീട്ടുകാർ തലച്ചുമടായി വെള്ളം എത്തിക്കുവാൻ തുടങ്ങി. വെള്ളമില്ലാത്ത നാടെന്ന ഇരട്ടപ്പേര് ഗ്രാമത്തിനെ തളർത്തുകയും ചെയ്തു. യുവതി യുവാക്കൾക്ക് വധൂവരന്മാരെ കിട്ടാതെയായി. മക്കളുടെ ഭാവിയോർത്ത് തമിഴ്നാട്ടിൽ തന്നെയുള്ള മറ്റു സ്ഥലങ്ങളിലേക്ക് പലരും കുടുംബസമേതം താമസം മാറി തുടങ്ങി. തമിഴ്നാടിനകത്തും പുറത്തും ജോലിയുള്ളവർ അവിടേക്ക് മാറി. 1990-കളുടെ തുടക്കം മുതലാണ് പലായനം ആരംഭിച്ചത്. 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായി. കടകളും ഗവൺമെന്റ് LP സ്കൂളുകളും സ്വകാര്യ ക്ലിനിക്കുകളും പൂട്ടി. എന്നാൽ കന്ദസ്വാമി വീട് വിട്ടു പോയില്ല. മധ്യവയസ്സിനോടടുത്ത അദ്ദേഹം വീട്ടിൽ തനിച്ചായി താമസം. അന്നൊക്കെ സമീപ ഗ്രാമത്തിൽ നിന്നും വെള്ളം തലച്ചുവടായും മറ്റും കൊണ്ടുവന്നു. കൃഷിക്കും ഒറ്റയ്ക്ക് ചെയ്തിരുന്നു. പിന്നീട് ഇളയ മകൻ ബാലകൃഷ്ണൻ പകൽ സമയങ്ങളിൽ സഹായത്തിന് വന്നു തുടങ്ങി. ബാലകൃഷ്ണൻ മിക്കപ്പോഴും പകൽ വന്നു പോകാറുണ്ടായിരുന്നു. അക്കാലത്ത് ഏകദേശം 15 കിലോമീറ്റർ അകലെയാണ് ബാലകൃഷ്ണൻ താമസിച്ചിരുന്നത്. 3 പതിറ്റാണ്ടിലേറെയായി രാത്രിയിൽ കന്ദസ്വാമി ഒറ്റയ്ക്കായിരുന്നു. ലോറി ഡ്രൈവറായ ബാലകൃഷ്ണനാണ് ഇപ്പോൾ കന്നുകാലികളെ ഏറ്റെടുത്ത് അവിടേക്ക് കൊണ്ടുപോയത്. ഇവിടെയുള്ള വീടുകളെല്ലാം സംരക്ഷണമില്ലാതെ ഇടിഞ്ഞു പൊളിഞ്ഞു. മിക്ക വീടുകളുടെയും ഭിത്തി പശയുള്ള മണ്ണ് കുഴച്ചുണ്ടാക്കിയതാണ്. മേൽക്കൂര ഓടുകൊണ്ടുള്ളതും. സർക്കാർ സ്കൂൾ കെട്ടിടം കോൺക്രീറ്റ് ചെയ്തതെന്നും മാത്രം. അതും ഇടിഞ്ഞു വീഴുകയായിരുന്നു. സ്കൂൾ ഹാളിനുള്ളിൽ ഒരു ഭിത്തിയോട് ചേർന്നുള്ള കറുത്ത ബോർഡിൽ അധ്യാപകർ നല്ല കൈയക്ഷരത്തിൽ ചോക്കുകൊണ്ടെഴുതിയ പാഠഭാഗം മായാതെ ഇന്നും കിടപ്പുണ്ട്.
കന്ദസ്വാമിയുടെ വീട് മാത്രം ഇടിഞ്ഞു വീണിട്ടില്ല. വീടെന്ന് പറയാനാകില്ല, ഒരു കിടപ്പുമുറിയും അതിനോട് ചേർന്ന് അരഭിത്തി കൊണ്ട് നിർമ്മിച്ച ഒരു അടുക്കളയും മാത്രം. ഇതിനു പിന്നിലായി ചെറിയ വാതിൽ പഴുതിട്ട് കന്നുകാലികളെ കെട്ടുന്ന തൊഴുത്തുമുണ്ടായിരുന്നു. തിരുനെൽവേലി തൂത്തുക്കുടി മധുര 138 ദേശീയപാതയിൽ പൊട്ടലൂറാണി ഭാഗത്തു നിന്നും 10 കിലോമീറ്റർ അകലെയാണ് ചൊക്കരക്കുടി. ഇവിടെ നിന്നും മേലെ ചൊക്കരക്കുടി റോഡിലെത്തി 3.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മീനാക്ഷിപുരത്തെത്താം. ഈ 3.5 കിലോമീറ്റർ ദൂരത്തിൽ വയലിന് നടുവിലൂടെ റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഗതാഗത യോഗ്യമായ വഴിയില്ലെന്നതായിരുന്നു മീനാക്ഷിപുരത്തു നിന്ന് ആളുകൾ വിട്ടൊഴിയാനുള്ള മറ്റൊരു പ്രധാന കാരണം. രൂക്ഷമായ ജലക്ഷാമത്തിനും 2 വർഷം മുമ്പ് പരിഹാരം കാണാൻ സർക്കാർ ശ്രമിച്ചെങ്കിലും അതും നടന്നില്ല. ഗ്രാമത്തിന്റെ ദുര്യോഗം കേട്ടറിഞ്ഞ് വാഹന നിർമ്മാതാവായ ഒരു വ്യവസായി സ്വന്തം ചെലവിൽ ചൊക്കരക്കുടിയിൽ നിന്ന് ഒരു പൈപ്പ് കണക്ഷൻ കന്ദസ്വാമിയുടെ വീടിന് മുൻപിലേക്ക് എടുക്കുകയുണ്ടായി. എങ്കിലും വേണ്ടത്ര വിധത്തിൽ അവിടേക്ക് വെള്ളം എത്തിക്കാൻ സാധിച്ചില്ല. ഒരു ഗ്രാമത്തിൽ ഒറ്റയ്ക്ക് താമസിക്കുന്നെന്ന കാരണത്താൽ തന്നെ ചൊക്കരക്കുടി ഗ്രാമപഞ്ചായത്തിലും സമീപ ഊരുകളിലും കന്ദസ്വാമി സ്റ്റാറാണ്. കേട്ടറിഞ്ഞവരിൽ ചിലർ കന്ദസ്വാമിയെ നേരിട്ട് കാണാനും അക്കാലങ്ങളിൽ എത്തിയിരുന്നു. കോവിലിൽ നിന്നുള്ള ഭസ്മം നെറ്റിയിൽ നിറയെ വാരിപ്പൂശി വീടിന് മുന്നിലിരുന്ന് മീനാക്ഷിപുരത്തിന്റെ കഥകൾ പറയാൻ കന്ദസ്വാമിക്ക് വലിയ ഉത്സാഹമായിരുന്നു. ഭാര്യ വീരലക്ഷ്മിയെക്കുറിച്ച് പറയുമ്പോൾ കണ്ണുകൾ ഈറനണിയും, തൊണ്ടയിടറും. 30 വർഷം മുമ്പ് ഗ്രാമം വിട്ടുപോയവരും കുട്ടികളെയും പേരക്കുട്ടികളെയും കൊണ്ട് ജന്മനാട് കാണാനെത്തുന്ന വൈകാരികമായ നിമിഷങ്ങൾക്കും ഇവിടെ സാക്ഷ്യം വഹിച്ചിരുന്നു ഒരു കാലത്ത്. തിരികെ മടങ്ങുമ്പോൾ വീശിയടിക്കുന്ന ആടിമാസക്കാറ്റിനൊപ്പം കവിയുടെ ഈ വരികളും അവരുടെ കാതിൽ മുഴങ്ങുന്നുണ്ടാകും. ആ നാട്ടിൽ തണലുണ്ടാർന്നേ, മൺവഴിയിൽ മരമുണ്ടാർന്നേ, മരമൂട്ടിൽ കളിച്ചിരി പറയാൻ ചെങ്ങാതികൾ 100 ആ നാടിനെ കണ്ടവരുണ്ടോ, എങ്ങോട്ടത് പോയവരുണ്ടോ. അങ്ങനെ കവിയുടെ ഈ വരികൾ പോലെ മീനാക്ഷിപുരം ഇന്ന് അനാഥമായിരിക്കുകയാണ്. കന്ദസ്വാമി എന്ന നാഥൻ ഇനി വരില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ അവിടം അനാഥമായി കഴിഞ്ഞു. ഇന്ന് മീനാക്ഷിപുരത്തെത്തിയാൽ ചൂടിനൊപ്പം പൊടി ഉയരുന്ന കാറ്റ്, ഊഷരമായ മൺപാതകൾ. മീനാക്ഷിപുരത്ത് എത്തുമ്പോൾ മുതൽ ഇവയ്ക്കൊപ്പം നിശബ്ദതയും നമ്മെ പിന്തുടരും. ഉണങ്ങി വരേണ്ട ഭൂമിയിൽ അങ്ങിങ്ങായി തലപൊക്കി നിൽക്കുന്ന പനകളും ചെറു പൊന്തക്കാടുകളും മാത്രമാണ് പച്ചപ്പിന്റെ ഉറവിടം. ജീവിതത്തിന്റെ ചക്രമെന്ന പോലെ തിരിയുന്ന കുറെ കാറ്റാടിപ്പാടങ്ങൾക്കിടയിൽ തകർന്നടഞ്ഞ വീടുകളും സ്കൂളുകളും കടകളും അമ്പലങ്ങളും ഇവിടെ കാണാം. കുടിവെള്ളം കിട്ടാക്കനിയായതോടെ ഉപേക്ഷിക്കപ്പെട്ട ഗ്രാമമായി മീനാക്ഷിപുരം മാറിയപ്പോൾ അവിടെ ഒരു തലമുറ ജീവിച്ചിരുന്നു എന്നതിന്റെ അടയാളവും ബാക്കിയാക്കിയിട്ടുണ്ട്. സമൃദ്ധി നിറഞ്ഞു നിന്നിരുന്ന ഗ്രാമമായിരുന്നുവെന്ന് ഇവിടുത്തെ പൊളിഞ്ഞു തീരാറായ വീടുകളുടെ പ്രൗഢിയിൽ നിന്ന് മനസ്സിലാക്കാം. നടുസക്കരക്കുടി, മേലെ സക്കരക്കുടി, കീലെ സക്കരക്കുടി, ചൊക്കലിംഗപുരം തുടങ്ങിയവയായിരുന്നു അയൽ ഗ്രാമങ്ങൾ. കടൽ തീരപ്രദേശമായിരുന്നു തൂത്തുക്കുടി. തൂത്തുക്കുടിയുടെ അടുത്ത പ്രദേശവും കടൽ തീരവുമായതിനാൽ ഉപ്പും ലവണാംശവും നിറഞ്ഞതാണ് ഇവിടുത്തെ ജലം. കുടിക്കാനോ ഭക്ഷണം പാകം ചെയ്യാനോ ഉപയോഗിക്കാനാകില്ല. മുന്നറിയിപ്പോ മറ്റൊന്നോ കൂടാതെ പെട്ടെന്നൊരു ദിവസം മീനാക്ഷിപുരത്തേക്ക് കുടിവെള്ളം എത്താതായി. കുടിവെള്ള വിതരണം മുടങ്ങിയിട്ടും 2 ദിവസത്തോളം സൂക്ഷിച്ചു വെച്ചിരുന്ന വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞുകൂടിയിരുന്നു അന്നത്തെ ജനങ്ങൾ. പതിവ് പോലെ 2 ദിവസം കഴിഞ്ഞാൽ കുടിവെള്ളം വരുമെന്ന പ്രതീക്ഷ മീനാക്ഷിപുരത്തുകാർക്കുണ്ടായിരുന്നു. എന്നാൽ ദിവസങ്ങളോളം കാത്തിരുന്നിട്ടും പൈപ്പിലൂടെ വെള്ളം വന്നില്ല. ഇതോടെ കാരണമന്വേഷിച്ച് പഞ്ചായത്തിലെത്തി. ഇനി മുതൽ മീനാക്ഷിപുരത്തേക്ക് കുടിവെള്ള വിതരണമില്ല എന്ന മറുപടി മാത്രമാണ് പഞ്ചായത്ത് അധികൃതർ നാട്ടുകാർക്ക് നൽകിയത്. ഉത്തരവാദിത്തപ്പെട്ടവർ ഒഴിഞ്ഞുമാറാൻ തുടങ്ങിയതോടെ കുടിവെള്ളം ലഭിക്കില്ല എന്ന യാഥാർത്ഥ്യം മാത്രമായി ഇവർക്ക് മുന്നിൽ. പഞ്ചായത്തിൽ നിന്ന് സഹായം ലഭിക്കാതായതോടെ മീനാക്ഷിപുരത്തുകാർ കളക്ടറേറ്റിലെത്തി. എന്നാൽ പഞ്ചായത്തിൽ നിന്ന് വെള്ളം ലഭിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നായിരുന്നു കളക്ടറേറ്റിൽ നിന്നുള്ള മറുപടി. ഇതോടെ ദിവസങ്ങളോളം സർക്കാർ ഓഫീസുകൾ തോറും മീനാക്ഷിപുരത്തുകാർ കയറിയിറങ്ങിയിട്ടും ഫലമുണ്ടായില്ല. ആഴ്ചകളായി കുടിവെള്ളം മുടങ്ങിയതോടെ 4 കിലോമീറ്റർ അകലെയുള്ള ചൊക്കലിംഗപുരം മാത്രമായിരുന്നു അവർക്ക് ആശ്രയം. മാസങ്ങളോളം ഇത് തുടർന്നതിന്റെ ആഘാതത്തിലാണ് ഇവരെല്ലാവരും ഓരോരുത്തരായി നാടുവിടാൻ തീരുമാനിച്ചത്. അങ്ങനെ ഒറ്റയാൾ പോരാട്ടം നടത്തി കന്ദസ്വാമി യാത്രയായപ്പോൾ ആ ഗ്രാമം തന്നെ ഇന്ന് ഇല്ലാതായിരിക്കുകയാണ്.